ഈ ഒരു ബക്കൽ ഫാറ്റ് റിമൂവലിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഡോക്ടർ? കാരണം ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണോ, അതോ അതിൻ്റെ റെസ്റ്റ് കൊടുക്കണോ, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ? ബക്കൽ ഫാറ്റ് റിമൂവൽ പ്രൊസീജിയർ ഒരു മൈനർ പ്രൊസീജിയറാണ്. ഇത് ഡേ കെയർ പ്രൊസീജിയറായിട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് യു ക്യാൻ കം ടു ദ OPD ആ പ്രൊസീജിയർ ചെയ്തിട്ട് അന്ന് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ ഇതിനു വേണ്ടി വായുടെ അകത്ത് ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് എന്നുവെച്ചാൽ ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ചെറിയൊരു മുറിവ് ഉണ്ടായിട്ട് ആ ഒരു ഏരിയയിലെ ഫാറ്റ്, ബക്കൽ ഏരിയയിലെ ഫാറ്റ് റിമൂവ് ചെയ്യുക. ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചങ്കല്ല, ചെറിയൊരു ₹1 കോയിൻ്റെ സൈസിലെ ഡിസ്കിലെ ഒരു ഫാറ്റ് എമൗണ്ട് എടുത്ത് മാറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ വെരി മൈനർ പ്രൊസീജിയർ. ഡൗൺ ടൈം വളരെ കുറവാണ്. പിന്നെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇനീഷ്യലി ഒരു നീര് കാണും. അതിന് വേണ്ടി നീര് കുറയാൻ വേണ്ടി നമ്മൾ ഐസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ ദ ടൈം ഒരു 4-5 ഡേയ്സിൽ കംപ്ലീറ്റ് ആ നീരുമൊക്കെ കുറഞ്ഞ് ഏകദേശം ഒരു നോർമൽ അപ്പിയറൻസിലോട്ട് വരാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇഫ് someone consults you that they want to do buccal fat removal ചെയ്യണം, what is some one advice that you would give to him? സോ മോസ്റ്റ്ലി അവർ വരുന്ന കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ അവരുടെ ചീക്ക് ഭയങ്കര ഈ ഒരു ഏരിയ ഭയങ്കര ചബ്ബിയായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കോൺടൂർ ചെയ്യാൻ വേണ്ടിയാണ്. സോ വി ടെൽ ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റും. ബട്ട് ഇറ്റ് വിൽ ഒരു ഗ്രോസ് ചേഞ്ച് ആകണമെന്നില്ല. ഇപ്പം സപ്പോസ് ആ ഒരാളുടെ വെയിറ്റ് ഒരു ഓവർ വെയ്റ്റോ ഹെവി ഒബീസ് ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഓവറോൾ വെയിറ്റ് ഗെയിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ആ ഒരു വണ്ണം കൂടുതൽ. ബട്ട് അല്ല, ഒരു നോർമൽ വെയിറ്റ് ജസ്റ്റ് ഓവർ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് ആ ഒരു ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഫാറ്റ് എടുത്തു കഴിയുമ്പം ഇതൊരു ഇറിവേഴ്സിബിൾ പ്രൊസീജിയർ, നമുക്കത് വീണ്ടും പഴയതുപോലെ ആക്കാൻ സാധിക്കണമെന്നില്ല. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്താലേ പിന്നെയും ഒരു നോർമൽ അതേപോലെ പ്ലംപിനെസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇറ്റ്സ് എ മൈനർ പ്രൊസീജിയർ, ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാവുന്ന പ്രൊസീജിയർ. ഡോക്ടറിൻ്റെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ടോ? ബിക്കോസ് പേഷ്യൻസ് ആർ ലൈക്ക്, അവർക്കിപ്പോൾ നല്ല വണ്ണം ഉണ്ടാവും. ആ വണ്ണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഫാറ്റിന് ഇത് വന്നതും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബ്രസ്റ്റ് ഈ ഓഗ്മെന്റേഷനൊക്കെ ചോദിച്ചു വരുന്നവർക്ക് ചിലപ്പോൾ വണ്ണം കൊണ്ടൊക്കെ പല പല കാര്യങ്ങളുണ്ടാവും. സോ ഹാവ് യു എവർ ടോൾഡ് ദം ലൈക്ക് ഓക്കെ ഗോ ഡു സം എക്സസൈസ്, ഹാവ് ഗുഡ് ഡയറ്റ് ആൻഡ് ദെൻ തിരിച്ചു പോകാൻ എന്ന് പറഞ്ഞിട്ട് എത്ര പേര് അത് മാറാതെ തിരിച്ചു വന്നിട്ടുണ്ട്? ആൻഡ് ഹൗ മെനി പീപ്പിൾ ഹാവ് ചേഞ്ച്ഡ്? എന്താ അവരുടെ വേരിയേഷൻ എങ്ങനെയാണ്? മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസ് നമ്മുടെ അടുത്ത് ഓവർ വെയ്റ്റോ ഒബീസ് ആയിട്ടുള്ള പേഷ്യൻ്റ് വരുമ്പോൾ ഐ ഫസ്റ്റ് ഗീവ് ദ അഡ്വൈസ് ലൈക്ക് യു ട്രൈ ഡൂയിങ് ഡയറ്റ് and exercise, then plan for any surgical procedure. Because അത് ചെയ്ത് കഴിഞ്ഞാൽ even if I do something അത് കഴിഞ്ഞിട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്താൽ, ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്താലേ അവർക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ ഐ ഡെഫിനറ്റ്ലി അഡ്വൈസ് ദം ടു ഹാവ് എ ഗുഡ് ഡയറ്റ് ആൻഡ് എക്സസൈസ്, ട്രൈ ടു റെഡ്യൂസ് ഇറ്റ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ വി വിൽ ഡു അഡ്വൈസ് എ പ്രൊസീജിയർ സോ ദാറ്റ് വി വിൽ ഗെറ്റ് എ ബെറ്റർ, ഒരു കുറച്ചും കൂടി നല്ല അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിലർ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ ചെയ്തിട്ട് അവർ ഡെഫിനറ്റ്ലി അവർക്ക് വേണ്ട റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്.